പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്താൽ നമുക്ക് എന്ത് ലഭിക്കുന്നു. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന തിരുവചനം റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, ജയ ജീവിതത്തിന് വേണ്ടി ദൈവ സ്നേഹത്താൽ നമ്മെ ശക്തീകരിക്കുക. ആ ദൈവസ്നേഹം ലഭിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ജയ ജീവിതത്തിന് വേണ്ടി നമ്മെ ശക്തീകരിക്കുന്നത്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അതുപോലെ തന്നെ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പാപികളെ ദൈവത്തോട് നിരപ്പിക്കുന്നുവെന്ന്. 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മരിച്ച ആ കർത്താപ്പച്ചൻ എന്തിനാണ്? ഹല്ലേലൂയ. ദൈവത്തിങ്കിലേക്ക് നമ്മെ ഓരോരുത്തരെയും ആക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു നോക്കൂ, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച, ഹല്ലേലൂയ, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച അപ്പൻ. ഹല്ലേലൂയ. 11-ാം വാക്യത്തിൽ പറയുന്നു, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കൂ, ദൈവത്തിലാണ് നമുക്ക് പ്രശംസയുള്ളത്. അതായത് നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ ഹല്ലേലൂയ നമുക്ക് തന്നെങ്കിൽ ആ ദൈവത്തിൽ നമ്മൾ ആശ്രയം വെച്ച് ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നമ്മളെ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്ന, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് ഹല്ലേലൂയ കോപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒക്കെ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ആരെങ്കിലും ഇതിനു വേണ്ടി ഹല്ലേലൂയ തുനിയുമോ? ആരും തന്നെ ഇതിനു വേണ്ടി തുനിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ യേശുക്രിസ്തു മാത്രമാണ് ഹല്ലേലൂയ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തോടുള്ള ആ സ്നേഹം കൊണ്ട് ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അടുത്തതായിട്ട് നോക്കൂ, ദൈവസ്നേഹത്തെ നമുക്ക് ലഭിക്കുന്ന നാം ദൈവമക്കളായി തീർന്നു എന്നുള്ളതാണ്. അതായത് യോഹന്നാന്റെ 1-ാം ലേഖനം 3-1 പറയുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ടൊക്കെ നമ്മയും അറിയുന്നില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ദൈവമക്കളായി തീരുവാൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി എത്ര വലിയ സ്നേഹമാ അപ്പനിൽ നിന്ന് നമുക്ക് തന്നത്. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ സ്നേഹമാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു ഒക്കെ പറഞ്ഞ ആ ക്രിസ്തുവിലുള്ള ആ ഹല്ലേലൂയ ആ സ്നേഹം ഹല്ലേലൂയ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവമക്കളായി തീരുവാൻ അപ്പൻ നമുക്ക് ഹല്ലേലൂയ അധികാരം തന്നിരിക്കുക. കർത്താപ്പച്ച നമ്മളെ ആക്കി തീർത്തിരിക്കുക. ഹല്ലേലൂയ. ലോകപ്രകാരം നോക്കിയാൽ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുവാൻ കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ദൈവത്തിലുള്ള ആശ്രയം വെക്കുന്ന മക്കൾക്ക് മാത്രമേ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പൻ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവസ്നേഹം ഉള്ളതുകൊണ്ട് പാപിയെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടേനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. നോക്കൂ, തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, ഒരു ജനം പോലും, ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ആ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ഒറ്റ
ഒറ്റ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു പ്രീതി മക്കളെ. ഹല്ലേലൂയ. നോക്കൂ, ദൈവസ്നേഹം എന്ന് പറയുന്നത് നിത്യജീവൻ നൽകി തരുന്നതാണ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. കർത്താപ്പച്ചനെ സ്നേഹിക്കുന്ന എല്ലാവരും അപ്പന്റെ സ്നേഹം ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന ആ ദൈവസ്നേഹത്തെ ഓർത്ത് നമുക്ക് സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ദൈവസ്നേഹം അത് പ്രതിഫലം പ്രദാനം ചെയ്യുന്നതാണ്. അതായത് 1:12 യാക്കോബ് 1:12 പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവ സ്നേഹം എന്ന് പറയുന്നത് പ്രതിഫലം നൽകി തരുന്നത്. അതായത് ഇവിടെ പറയുന്ന നോക്കൂ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പല വിധത്തിലുള്ള ഹല്ലേലൂയ പരീക്ഷകൾ ദൈവമക്കൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും അത് സഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് വേണ്ടി ഹല്ലേലൂയ ആ ജീവകിരീടം അപ്പൻ നൽകി തരും. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല, എനിക്കിനി ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനല്ല. ഹല്ലേലൂയ. മാറി നിൽക്കുന്നവർക്ക് ഈ ജീവകിരീടം പ്രാപിപ്പാൻ കഴിയത്തില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അവർക്കാണ് ഹല്ലേലൂയ ജീവകിരീടം പ്രാപിപ്പാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. പ്രീതി മക്കളെ, അടുത്തതായിട്ട് നോക്കൂ, ദൈവസ്നേഹം ദൈവമക്കൾക്ക് ബാലശിക്ഷ നൽകിയവരെ വിശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. എബ്രായർക്ക് ലേഖനം 12-ാം അധ്യായം 6 മുതലുള്ള വാക്യം നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലേടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനെ നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പല ശിക്ഷകളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ നാം ഒരു കാര്യം ഓർക്കണം, നമ്മുടെ അപ്പൻ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹമുള്ള മക്കൾക്കാണ് അപ്പൻ ശിക്ഷ നൽകുന്നത്. ഹല്ലേലൂയ. അതായത് അതായത് സ്നേഹിക്കുന്ന മക്കളെയാണ് അപ്പന്മാർ കൂടുതലായിട്ട് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ ശിക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മെ സ്നേഹിക്കുന്ന അപ്പന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ പല ശിക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, എൻ്റെ അപ്പൻ എന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവ സ്നേഹത്താൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. ഹല്ലേലൂയ. നാം ദൈവമക്കളായി തീർന്നു. പാപികളെ ദൈവത്തോട് നിരപ്പിക്കുന്നു, പാപികളെ നീതീകരിക്കുന്നു, പാപിയെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ദൈവസ്നേഹം നിത്യജീവൻ നൽകുന്നു, ജയജീവിതത്തിന് വേണ്ടി അത് ശക്തീകരിക്കുന്നു. ദൈവസ്നേഹം പ്രതിഫലം പ്രദാനം ചെയ്യുന്നതാണ്. ദൈവസ്നേഹം ദൈവമക്കൾക്ക് ബാലശിക്ഷ നൽകി അവരെ വിശുദ്ധീകരിക്കുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രിയ മക്കളെ. ഹല്ലേലൂയ. ആ നിത്യജീവന് വേണ്ടി നമുക്ക് കൊതിച്ചു ഹല്ലേലൂയ ഈ ദിവസങ്ങളെ ആയിത്തീരാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. അപ്പ എന്നെ പണിതെടുക്കണമേ, എന്നെ അപ്പന്റെ മക്കളാക്കി എടുക്കണമേ. ആ ദൈവത്തിന്റെ അനിത്യ സ്നേഹത്താൽ എന്നെ ദിനം പ്രതി ഹല്ലേലൂയ അപ്പനാൽ അനുഗ്രഹം പ്രാപിച്ചു മുന്നേറുവാൻ ഇടയാക്കണമേ. ആ സ്നേഹം നൽകി ഞങ്ങളെ ഹല്ലേലൂയ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവസ്നേഹത്താൽ ലഭിക്കുന്ന ആ ഹല്ലേലൂയ ഓരോന്നും ലഭിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ പ്രാപിപ്പാൻ ദിനംതോറും ഇടയാക്കണമേ. അപ്പനുള്ള സ്നേഹം ഹല്ലേലൂയ ദിനംതോറും അത് അനുഭവിപ്പാൻ
അറിയുവാനിടയാകണം കർത്താവെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലും എൻ്റെ യേശുവിനോട് കൂടുതൽ സ്നേഹത്തിൽ മുന്നേറത്തക്കവണ്ണമായി തീരുവാൻ, അപ്പനെ സ്നേഹിക്കുവാൻ, അപ്പനെ അറിയുവാൻ ഇടയാകട്ടെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.